പണ്ടത്തെ കാലത്ത് എത്തി നോക്കിയാൽ അപ്പ കർണത്താടി സൗജന്യം. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് സൗജന്യമായി കിട്ടുന്ന ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുക, തുറക്കുക, അപ്പോഴൊരാൾ കുനിഞ്ഞു കാണിച്ചു തരും. സ്വർഗത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ 4 ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1. നോർമൽ ഡാൻസ്. 2. എക്സ്പ്രഷൻ കില്ലാഡീസ്. 3. കാണിച്ചു ജീവിക്കുന്നവർ. 4. ട്രാൻസ്ഫോമേഴ്സ് വീഡിയോസ്. ചാപ്റ്റർ 1. പ്രധാന വാർത്തകൾ. ഈ റീലിനെ പറ്റി ശംഭുവിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് തെലുങ്കുകാരോടാണ്. ഏവണ്ടി ചെപ്പണ്ടി പറയണ്ടി കൂതിയണ്ടി നീരുണ്ടിയാണ്. ഓ ഗായ്സ്, ചേച്ചി വാസ് എ ജീനിയസ്. ചേച്ചി ഒരു ലിപ്സ്റ്റിക്കിന്റെ കാശ് ലാഭിച്ചു. ലിപ്സ്റ്റിക്കിന് പകരം ഫെവിവിക്ക് തേച്ചുകൊണ്ട്. നോക്ക്, ആ ചുണ്ട് എപ്പോഴും ഒട്ടേരിക്കത്തുള്ളൂ. ഗായ്സ്, എന്നെ സാഡാക്കുന്ന ഇതൊന്നുമല്ല. ചുണ്ടി ഫെവിവിക്ക് തേച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡാൻസ് ആടി കഴിഞ്ഞു കഴിഞ്ഞാൽ മില്യൺ കണക്കിന് വ്യൂസ് ആണ് അവർക്ക് കിട്ടുന്നത്. എന്നാൽ എനിക്കോ ഗായ്സ്, അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചാപ്റ്റർ 2. എക്സ്പ്രഷൻ കില്ലാഡീസ്. ഗായ്സ്, ഈ കാറ്റഗറിയിലുള്ളവര് വളരെ വളരെ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല, അമ്മാതിരി അപരാധങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. നമ്പർ 1. ഒരു വിരലിൽ തുടങ്ങി ഇപ്പോൾ അത് 2 ആയി. പേടിക്കണ്ട മോളെ, അതിപ്പോ 2 ആയെങ്കിൽ അതിന് 5 ആകും. പിന്നെ 2 കയ്യും അകത്തോട്ട് കയറും. നിങ്ങളെന്തെങ്കിലും നോക്കുന്നേ? അയ്യ, ഞാനതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പാന്റിന്റെ അടിയിൽ കൂടി കാല് ചൊറിയുന്നതാ. ഗൈസ്, ഇതിലെ കോമഡി പാർട്ട് ഇതൊന്നുമല്ല. കമന്റ് സെക്ഷൻ ഒരുത്തൻ അവളോട് പറയുവാ ചൊറിയൻ ശാനം കൊണ്ട് തരാം. ഉടനെ അവള് റിപ്ലൈ കൊടുത്തു. ഗൈസ്, എനിക്ക് ഇപ്പഴും മനസ്സിലാത്തല്ല, ഇവരുടെയൊക്കെ പേരൻസ് എവിടെയാണ് ഗൈസ്? അവരെ അപ്പം ചുട്ട് കളിക്കുവാണോ? നമുക്ക് ഇവളുടെ അടുത്ത റീല് നോക്കാം. മെൻസിൻ കമന്റ്സ് കാണിച്ചു ജീവിക്കുന്നു. മെൻസിൻ DM കാണിച്ചു തരുമോ? അതിത് ദാരിദ്ര്യം പിടിച്ചവന്മാരാടാ. ഇവളുടെ DM ഇപ്പൊ ഇവളത് കാണിച്ചു തരാൻ പറയുന്നത്. എടേ ഗൂഗിൾ, ഇതിലും ബെറ്റർ കിട്ടുവാടാ. നിനക്കൊന്നും സെർച്ച് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. POOP. നോക്ക്, ഒന്നല്ല, അവളെ പോലെ കുറെ ഉണ്ട്. അവളെക്കാട്ടിലും കൊള്ളാം ഇതെല്ലാം. Congratulations Kerala, you got a new natural പടക്കം actor just like them. സുഹൃത്തുക്കളെ, യാത്രയിൽ പറ്റിയ ചെറിയൊരു മണ്ടത്തരാണ് ഇവളുടെ അച്ഛനും അമ്മയ്ക്ക് ഇവൾ ഉണ്ടായത്. എന്തായാലും മോളെ, നിന്റെ റോൾ മോഡൽ കൊള്ളാം. വലുതാകുമ്പോൾ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ മഹാനടിയെ പോലൊരു വ്യക്തിയാകൂ. എന്തുപറ്റി ചേച്ചി, ഉറുമ്പ് കടിച്ചോ? പിണ്ണതയിലോ? അച്ചടാ, കുടുവാമയാണോ? ആ എക്സ്പ്രഷൻ ആണ് മെയിൻ. ഇവരെയൊക്കെ പണ്ടേ സിനിമയിൽ കയറിയിരുന്നെങ്കിൽ ഒരു പണ്ടേ ബെസ്റ്റ് ആക്ടർ അവാർഡ് വാങ്ങിച്ചിട്ട് പോയെന്നെ. Hi, I am Krishna Padi. I am 20 years old and my height is 5'4" and these are my profiles. Thank you. 4.8 million views. Okay. Hi, I am Shambhu Iyer. I am 580 years old. My height is unknown and this is my profile. Also single, huh? Chapter 3. ഇതാണ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന കാണിച്ചു ജീവിക്കുന്നവരുടെ ലോകം. ഇവിടെ KSRTC ബസ്സിൽ കയറി കട്ടറിൽ കയറി ഇറങ്ങി കുലുങ്ങി വീഡിയോ എടുക്കുന്ന ചേച്ചിയുമുണ്ട്. വയറു കുലുങ്ങി ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്ന ചേച്ചിയുമുണ്ട്. ക്യാമറ കാണുമ്പോൾ മുണ്ടൂരി നടക്കുന്ന അപ്പാപ്പനുമുണ്ട്. I bet you don't know this. 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 I bet you didn't know this. ആ ഒരു സെന്റൻസ് പറയാൻ ബോഡിക്ക് ഇത്രയും വൈബ്രേഷന്റെ ആവശ്യമുണ്ടോ? അല്ലല്ല, I mean KSRTC ബസിന്റെ വൈബ്രേഷൻ. എന്തൊക്കെയായാലും ചേച്ചിയുടെ ഇൻഫ്ലുവൻസിങ് കേരളത്തിൽ വരെ എത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ നേരത്തെ കണ്ട എക്സ്പ്രഷൻ കില്ലാടി. പിന്നെ ഉള്ളതാണ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് അപരാധി ഇൻഫ്ലുവൻസ്. ഈ ചേച്ചി മൂവി റിവ്യൂവർ ആണ്, ഫുഡ് വ്ലോഗർ ആണ്, ഫോട്ടോഗ്രാഫർ ആണ്, ആക്ടർ ആണ്, മോഡലാണ്, മാങ്ങാണ്ടിയാണ്. അവിടെ ഐ ബെറ്റ് യു ഡിഡ്ന്റ് നോ ദിസ് ആണെങ്കിൽ ഇവിടെ എക്സ്പോസിംഗ് ആണെങ്കിലും കാര്യം കോപ്പിഡി തന്നെ. I finally meet my man's family and his dad is surprisingly my type. ഈ കണ്ടന്റ് ഒക്കെ ഇവർ റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി, യു ആർ സർട്ടിഫൈഡ്.
ഗൈസ് ഇവരൊന്നും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കരുത്. ഇവർക്ക് പറ്റിയ പേരാണ് ഞാൻ എന്റെ ടൈറ്റിലും എന്റെ തമ്പനിയിലും കൊടുത്തിരിക്കുന്നത്. ഇവർ നമ്മുടെ ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി വന്ന അപരാധികളാണ്. ഇവർ വൈറലാകാൻ വേണ്ടിയിട്ട് എക്സ്പോസ് ചെയ്ത് വീഡിയോസ് ഇടുന്നു. ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് തലയിൽ മൊട്ടത്തോട് പോലും മാറാത്ത കുറെ പെണ്ണുങ്ങൾ അവർക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് വീഡിയോസ് എക്സ്പോസ് ചെയ്ത് ഇടുന്നു. ഇന്ത്യയുടെ ഭാവിയല്ലേ ഇവിടെ നശിക്കുന്നത്. അതുകൊണ്ട് പ്ലീസ് ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ആരും സപ്പോർട്ട് ചെയ്യല്ലേ. ഗൈസ് ആരും ഇവരെ കണ്ട് ഇൻഫ്ലുവൻസ് ആകല്ലേ. ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ എത്ര കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഒന്നില്ലെങ്കിൽ മൂത്തെണ്ണ ഡാൻസ് കളിക്ക്, അല്ലെങ്കിൽ തല പൗഡിട്ട് ഡാൻസ് കളി. അതും പറ്റത്തില്ലെങ്കിൽ വല്ല KSRTC ബസ്സിലോ റെയിൽവേ സ്റ്റേഷനിലോ പോയി നിന്നിട്ട് അപ്പൊ എന്റെ ഭക്തരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആസിഫിനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക. പ്രശ്നേഷിന്റെ തൂറ്റൽ കഥ അറിയണമെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക. അല്ല ശംഭു, അപ്പൊ ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചോ? എന്തായാലും അവര് ബിഗ് ബാങ് പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായി വന്നവരല്ലേ, അതുകൊണ്ട് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ഇറക്കാം. എനിവേ ഗായ്സ്, അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പൊന്നസഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ അല്ല പൊന്നെ കൽബുവേദന